ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ പല ആൾക്കാർക്കും വാഹനം ഓടിക്കുമ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് തട്ടുമോ എന്നുള്ള പേടി പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മുടെ വാഹനം ഇവിടെ മുന്നിലായിട്ട് കിടപ്പുണ്ട്. ഞാനിത് ഒരു ഉദാഹരണ സഹിതം നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സഹിതം വണ്ടി നിങ്ങളെ ഓടിച്ച് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചതുകൊണ്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒന്ന് രണ്ട് ടെക്നിക്കുകൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ മുന്നിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങൾ മുന്നിലായിട്ട് നോക്കുക, മുന്നിൽ അവിടെ ഒരു ചെറിയൊരു ലോറി കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ലോറിയിൽ നമ്മുടെ വാഹനം തട്ടരുത്. തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യം നോട്ടം പോകേണ്ടത് ഫസ്റ്റ് ആ ഒരു ലോറിയിലായിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗമായിരിക്കണം. അതായത് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഏകദേശം സെൻറ്റർ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ടും റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കുക. ശേഷം നമ്മൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് വെച്ച് നമ്മൾ വാഹനം ജഡ്ജ് ചെയ്യുക. ഞാനത് നിങ്ങളെ കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ മുന്നിലായിട്ട് അവിടെ ഒരു ലോറി കിടപ്പുണ്ട്. നമ്മളുടെ വാഹനം ആ ഒരു ലോറിയെ തട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെഫറൻസ് പോയിന്റ് ഈ ഒരു സെൻറ്റർ ഭാഗം ഇങ്ങനെ നോക്കുന്നു. ഇങ്ങനെ നോക്കി നമ്മളിത് വാഹനം ഇത്തരത്തിൽ മുന്നോട്ട് എടുക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ടെടുത്ത് നമ്മൾ വരുന്നു. ഇപ്പോൾ മുന്നിൽ കിടക്കുന്ന ആ ഒരു ലോറിയിൽ നമ്മുടെ വാഹനം തട്ടരുത്. നിങ്ങൾ നോക്കുക, ഏകദേശം ആ ഒരു റെഫറൻസ് പോയിന്റ് വെച്ചാണ് ഞാൻ വാഹനം വരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നോക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ കിടക്കുന്ന ആ ഒരു ലോറിയും നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ആ ലോറി തട്ടാതെ നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കേ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു റെഫറൻസ് പോയിന്റ് ഞാൻ വെച്ചപ്പോഴത്തേന് നിങ്ങൾ നോക്കി, ഈ കിടക്കുന്ന വാഹനവുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. ഓക്കെ, ഞാനിതേ വാഹനം വീണ്ടും മുന്നോട്ട് എടുക്കുന്നു. വീണ്ടും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, നമ്മുടെ വാഹനം ഇത്തരത്തിൽ പോകുന്നു. ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തു. ഓക്കെ, സെക്കൻഡ് ഗിയർ കൊടുത്ത് വാഹനം ഇങ്ങനെ പോവുകയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഞാനിതിവിടെ വണ്ടി മെല്ലെ ഒന്ന് സ്ലോ ചെയ്യുകയാണ്. ഓക്കെ, ഇതേ മുന്നിലായിട്ട് ഒരാൾ നടന്നു വരുന്നു. ഏകദേശം ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ വാഹനം മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആ ഒരാളെ തട്ടാതെയാണ് നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്നത്. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ടാണ് പോയത്. ഇനി നിങ്ങൾ വീണ്ടും നോക്കുക, വീണ്ടും ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഒരു ഓട്ടോ കിടക്കുന്നു. ഞാനിത് വാഹനം ഇവിടെ നിർത്തിയിട്ടേക്കുകയാണ്. ഇനി ഞാനിത് ഈ റെഫറൻസ് പോയിന്റ് സെൻറ്ററായിട്ട് വെക്കുന്നു. റോഡ് നോക്കുന്നു, മുന്നിൽ കാണുന്ന ഒബ്ജക്റ്റ് നോക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ വാഹനം മുന്നോട്ടെടുത്ത് കാണിക്കാം. ഞാനിത് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നോക്കിയാണ് വാഹനം മുന്നോട്ടെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആ റോഡിൻ്റെ എൻഡ് നോക്കുന്നു, അതായത് ആ ടാറിങ് റോഡിൻ്റെ എൻഡ് നോക്കിയിട്ട് ഞാനിത് വാഹനം മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ കൃത്യമായിട്ട് നോക്കുന്നു. അതോടൊപ്പം തന്നെ ആ സൈഡിൽ കിടക്കുന്ന ഓട്ടോയും നോക്കി ഞാനിത് വണ്ടി മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. കണ്ടോ? സൈഡിൽ കിടക്കുന്ന വാഹനത്തെ തട്ടാതെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോയി. വീണ്ടും നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാനിത് ഇവിടെ വീണ്ടും വണ്ടി നിർത്തുകയാണ്. ഓക്കെ, ഇവിടെ മുന്നിലായിട്ട് ഇത് ഒരു ബസ് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഒരു ബസ് കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഈ ഒരു ഭാഗം നോക്കുക. മുന്നിൽ കാണുന്ന ആ ഒരു ബസ് നോക്കുക. നമ്മൾ ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കുമ്പോൾ ആ മുന്നിൽ കാണുന്ന ബസ്സിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഇങ്ങോട്ട് മാറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ നമ്മൾ നേരെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ വണ്ടിയുടെ സൈഡിൽ ഒരയും. എന്നാൽ ആ ഒരു എൻഡ് ഭാഗം ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററും കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് ഒക്കെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ സെൻറ്റർ ഭാഗത്തൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തട്ടത്തില്ല. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ വെച്ചെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഏകദേശം മുന്നിൽ കാണുന്ന ബസ്സിൻ്റെ ഫ്രണ്ട് ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററും കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, അതുകൊണ്ട് എനിക്ക് വാഹനം ഒരയാതെ മുന്നോട്ടെടുക്കാൻ കഴിയും. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ നോക്കുക, ഇത് കണ്ടോ? വണ്ടി ഒരയുന്നില്ല, സൈഡ് ഒരയാതെ ഞാൻ കൃത്യമായിട്ടുമാണ് വാഹനം മുന്നോട്ട് എടുക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. അതായത് നമ്മൾ വാഹനം കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് ഓടിക്കുന്ന അവസരങ്ങളിൽ മുന്നിലുള്ള ഒബ്ജക്റ്റിൽ ആദ്യം നിങ്ങളുടെ നോട്ടം പോയിരിക്കുക. അത് കുറച്ച് ദൂരത്തിലായിരിക്കണം. അതിനുശേഷം മാത്രമേ സെൻറ്റർ പോയിന്റ് നിങ്ങൾ നോക്കാവൂ. സെൻറ്റർ പോയിന്റും റോഡിൻ്റെ എൻഡ് ഭാഗവും നിങ്ങൾ നോക്കാവൂ. എപ്പോഴും നമ്മൾ ഈ സെൻറ്റർ പോയിന്റും റോഡിൻ്റെ എൻഡും നോക്കി ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് മുന്നിലുള്ള ഒബ്ജക്റ്റുകളെ കാണാതെ വരികയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ എപ്പോഴും ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടണം.
അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു തരത്തിൽ മാത്രം വാഹനം ഡ്രൈവ് ചെയ്യുക. അത് ഞാൻ വീണ്ടും നിങ്ങളെ ഓടിച്ച് കാണിക്കാം. നിങ്ങൾ നോക്കുക, ഞാനിത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുകയാണ്. ഇപ്പോൾ സൈഡിൽ നിങ്ങൾ നോക്കുക, ഇത് ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട്. ഫസ്റ്റ് എൻ്റെ നോട്ടം ആ ഒരു വാഹനത്തിൽ ചെല്ലുന്നു. അതിനുശേഷം ഞാനിത് ഈ ഒരു സെൻറ്റർ വെച്ച് ഇത് നോക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് തട്ടാതെ തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ഇടവഴിയിലൂടെ വാഹനം ഓടിക്കാൻ പോവുകയാണ്. ചെറിയ സ്പേസേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തേ വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. ഞാനിതേ ചെറിയൊരു ഇടവഴിയിലേക്ക് നമ്മുടെ വാഹനം കയറുകയാണ്. നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? ഇത് ഇത്തരത്തിലുള്ള ഒരു ഇടവഴി കയറി. ഇനി നിങ്ങൾ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ഞാൻ ജഡ്ജ് ചെയ്യുന്നതൊന്ന് നോക്കുക. കൃത്യമായിട്ട് ഞാൻ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കുന്നു. അതോടൊപ്പം തന്നെ റോഡിൻ്റെ എൻഡും കൂടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഈ ഒരു എൻഡ് ഭാഗമാണ്, സെൻറ്റർ ഭാഗം നോക്കുന്നു. അതോടൊപ്പം തന്നെ മുന്നിൽ കാണുന്ന ആ റോഡിൻ്റെ എൻഡും കൂടെ നോക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. ഓക്കെ, ഇതിവിടെ വീണ്ടും മുന്നിലായിട്ടൊരു വണ്ടിയുണ്ട്, കണ്ടില്ലേ? ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസേ ഉള്ളൂ. ഞാൻ ആ വണ്ടിയുടെ ആ ഒരു ഭാഗം നോക്കുന്നു. ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഈ ഒരു ഭാഗം വെച്ച് ജഡ്ജ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, വണ്ടി സൈഡ് ഒരയാതെ പോകുന്നത് കണ്ടോ? കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തല്ലേ ഓടിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വീണ്ടും നോക്കുക, നമ്മൾ ചെറിയ സ്പേസിലൂടെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഞാനിത് കൃത്യമായിട്ടും ഡാഷ്ബോർഡ് സെൻറ്റർ നോക്കുന്നു, മുന്നിലുള്ള ഒബ്ജക്റ്റുകളെ നോക്കുന്നു. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഇത് ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മുന്നിൽ റോഡിന് മുന്നിലായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, കല്ലോ തടിയോ അതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു റെഫറൻസ് പോയിന്റ് വെച്ച് നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക ആദ്യം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇങ്ങനെ ഡ്രൈവ് ചെയ്താൽ അത് കൃത്യമാകുമെന്ന് മനസ്സിലാകും. അതിനുശേഷം നിങ്ങൾ പിന്നെ തിരക്കില്ലാത്ത റോഡിൽ ജസ്റ്റ് വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആദ്യം ഒന്ന് ഓടിച്ച് നോക്കുക. അതായത് ഇത്തരത്തിൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് കൃത്യമായിട്ട് ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററും ലെഫ്റ്റ് സൈഡും കൃത്യമായിട്ട് നോക്കി ഇങ്ങനെ വണ്ടി നിങ്ങൾ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ തിരക്കുള്ള റോഡിൽ ഇത് ചെയ്യരുത്. ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും. അപ്പോൾ വില്ലേജ് റോഡിൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഇടുങ്ങിയ റോഡുകളിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾ നോക്കുക, ഞാൻ വാഹനം ഓടിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതുപോലെയുള്ള ഇടുങ്ങിയ റോഡുകളിലും ജസ്റ്റ് വാഹനം ഒന്ന് ഓടിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരു വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് തരണം. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കൃത്യം 6 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.